നമസ്കാരം. അമേരിക്കയുടെ സൈനിക ശക്തിയെ ലോകം ഇത്രയും കാലം അജയ്യ ശക്തി എന്നായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നിന്നെത്തുന്ന വാർത്തകൾ ആ ധാരണകളെ ചോദ്യം ചെയ്യുകയാണ്. ഡൊണാൾഡ് ട്രംപ് ശക്തി പ്രകടനവുമായി യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ MQ-9 റീപ്പർ ഡ്രോണുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി തകർത്തുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം $1 ബില്യൺ വിലമതിക്കുന്ന ഈ ഡ്രോണുകളുടെ നാശം വെറും സാമ്പത്തിക നഷ്ടമല്ല, അമേരിക്കൻ സൈനിക മേൽക്കോയ്മയ്ക്ക് കിട്ടിയ വലിയ ആഘാതമായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ഇറാനെതിരെ സൈനിക നടപടിയിൽ US-നുണ്ടാകുന്നത് വൻ സാമ്പത്തിക നഷ്ടമെന്നും റിപ്പോർട്ടുണ്ട്. $3 കോടി ഒരു MQ-9 റീപ്പർ ഡ്രോണിന്റെ വില. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം $100 കോടിയോളം നഷ്ടം ഇത്തരത്തിൽ തന്നെ US-നുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുങ്ങിയത് 24 MQ-9 റീപ്പർ ഡ്രോണുകൾ തകർന്നിട്ടുണ്ടാകാമെന്നും ഇത് 30 വരെ ആകാൻ സാധ്യതയുണ്ട് എന്നുമാണ് സൂചന. സൈനിക നടപടിക്കിടെ കേടുപാട് സംഭവിച്ചതും പിന്നീട് ഉപയോഗശൂന്യമായതും ഉൾപ്പെടെയുള്ള കണക്കാണിത്. ലക്ഷ്യത്തിലേക്ക് പോകവേ അന്തരീക്ഷത്തിൽ വെച്ചാണ് ഭൂരിഭാഗം MQ-9 റീപ്പറുകളും തകർക്കപ്പെട്ടത്. മറ്റു ചിലതാകട്ടെ ഇറാന്റെ ആക്രമണത്തിലും സൈനിക നടപടികൾക്കിടെയുമാണ് തകർക്കപ്പെട്ടത്. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷകാലത്ത് അമേരിക്കൻ സൈന്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നവയാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ക്യാമറകൾ, സെൻസറുകൾ, ഹെൽഫയർ മിസൈലുകളുടെയും ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മുനിഷൻ ഗൈഡഡ് ബോംബുകളുടെയും വഹിക്കാനുള്ള ശേഷി എന്നിവയാണ് MQ-9 റീപ്പറുകളുടെ സവിശേഷത. അമേരിക്കയിൽ ഇവയുടെ ഉൽപാദനം നിർത്തിയതിനാൽ പകരം സംവിധാനം കണ്ടെത്തുന്നതും പ്രയാസകരമാണ്. MQ-9 റീപ്പർ ഡ്രോണുകൾ തകർക്കപ്പെട്ടതിലൂടെയുണ്ടായ നഷ്ടം അത് വലുതാണെങ്കിലും യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്കുണ്ടായ വൻ സാമ്പത്തികാഘാതത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണിത്. കാരണം ടോം ഹോക്ക് ക്രൂയിസ് മിസൈലുകളും JASSM ER ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടെ നിരവധി അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. MQ-9 റീപ്പർ എന്നത് അമേരിക്കയുടെ അത്യാധുനിക യുദ്ധ ഡ്രോണുകളിൽ ഒന്നാണ്. നിരീക്ഷണം മുതൽ കൃത്യമായ മിസൈൽ ആക്രമണം വരെ നടത്താൻ കഴിയുന്ന ഈ ഡ്രോണുകൾ അമേരിക്കയുടെ യുദ്ധതന്ത്രത്തിലെ നിർണായക ആയുധമാണ്. അത്തരത്തിലുള്ള ഡ്രോണുകളെയാണ് ഇറാൻ തുടർച്ചയായി വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുവരെ യുദ്ധങ്ങളിൽ ആകാശാധിപത്യം അമേരിക്കയുടെ ശക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്കൻ സാങ്കേതിക വിദ്യയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. ട്രംപ് ഭരണകൂടം യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയെങ്കിലും യുദ്ധം നീളുന്നതും നഷ്ടങ്ങൾ കൂടുന്നതും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇറാനെ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും കൊണ്ട് തകർക്കാമെന്നായിരുന്നു അമേരിക്കയുടെ കണക്ക്. പക്ഷേ യുദ്ധഭൂമിയിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഓരോ ഡ്രോൺ തകർന്നു വീഴുമ്പോഴും അമേരിക്കയുടെ അഭിമാനത്തിനാണ് മുറിവേൽക്കുന്നത്. അതേസമയം ഇറാൻ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ ശക്തമായി ഉയർത്തിക്കാട്ടുകയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്ക ആക്രമണകാരിയായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിരോധ നിലയിലേക്ക് മാറുന്ന ചിത്രമാണ് കാണുന്നത്. അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യ പോലും പൂർണ്ണ സുരക്ഷിതമല്ല എന്ന് ഈ യുദ്ധം തെളിയിക്കുന്നു. ട്രംപിന്റെ ശക്തി പ്രകടനം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. അമേരിക്ക ജയിക്കുകയാണോ അതോ പതുക്കെ ക്ഷീണിക്കുകയാണോ? ഈ ചോദ്യം കൂടുതൽ ശക്തമാകുന്നു. ഇറാനെ വേഗത്തിൽ കീഴടക്കാമെന്ന ട്രംപിന്റെ കണക്ക് തെറ്റിപ്പോയെന്ന വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. കാരണം യുദ്ധം നീളുമ്പോൾ നഷ്ടമാകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ ആഗോള പ്രതാപവും കൂടി തന്നെയാണ്.